അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ φm ദ മ്യൂച്വൽ ഫ്ലക്സ്, കോറിനകത്തൂടെ പോകുന്ന ഫ്ലക്സ്, Bm എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി നമുക്കറിയാം, അതിൻ്റെ ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ, AI എന്ന് പറയുന്നത് നെറ്റ് അയൺ ഏരിയ, അതെന്ന് പറയുന്നത് ഗ്രോസ് കോർ ഏരിയ ഇൻറ്റു സ്റ്റാക്കിംഗ് ഫാക്ടർ, മൊത്തം കോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സപ്പോസ് ഇത് കോറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട്, അത് ഫ്ലക്സ് പോകുന്ന ആ ഏരിയയാണ് ഇത്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നീളം ഗുണം വീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 10 × 10 mm ആണെന്ന് വിചാരിച്ചോളൂ ഉദാഹരണത്തിന്, ചെറിയ. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്ക് അല്ലെ 10 സെൻറ്റിമീറ്റർ × 10 സെൻറ്റിമീറ്റർ അങ്ങനെയാകുമ്പോഴത്തേക്ക് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ അതിൻ്റെ ഏരിയ. പക്ഷേ യഥാർത്ഥത്തിൽ അയൺ പോർഷൻ്റെ ഏരിയ അത്രയും കാണത്തില്ല. ഇടയ്ക്ക് ഓരോ ലാമിനേഷൻ ഉണ്ടാക്കി ഇൻസുലേഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻക്ലൂഡഡ് ലാമിനേഷൻസ് നമ്മൾ കൂട്ടിച്ചേർത്ത് വെച്ച് സ്റ്റാക്ക് ചെയ്ത് അടുക്കി വെച്ചിട്ട് നമ്മൾ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് മുറുകി അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ മൊത്തത്തിൽ ആ കോർ സ്ട്രക്ചർ കിട്ടുന്നത്. നിങ്ങളത് പിന്നെ യൂട്യൂബിലുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പം അയൺ ഏരിയ മൊത്തം ഏരിയയെ ഒരു സ്റ്റാക്കിംഗ് ഫാക്ടർ ഉദാഹരണത്തിന് 0.9 അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ 100 cm² ആണെങ്കിൽ 0.9 90 cm² യഥാർത്ഥത്തിൽ അതിൻ്റെ അയൺ പോർഷനിലെ ഏരിയ കാണുള്ളൂ. അതാണ് ഈ AI എന്ന് പറയുന്നത്. AC എന്ന് പറയുന്നത് കോപ്പർ ഏരിയ ഇൻ ദ വിൻഡോയിലുള്ള കോപ്പർ ഏരിയ. AW എന്ന് പറഞ്ഞാൽ വിൻഡോ ഏരിയയാണ്. വിൻഡോ ഏരിയ എന്ന് പറഞ്ഞാൽ വിൻഡോ പോർഷൻ ഞാൻ നേരത്തെ കാണിച്ചു. വിൻഡോ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വിൻഡോ പോർഷൻ. അതിൻ്റെ വിൻഡോ പോർഷനിലായി വൈൻഡിങ് വെച്ചിരിക്കുന്നത്. ഇത് വിൻഡോയുടെ നീളം അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് നമ്മൾ പറയും. വിഡ്ത്ത് ഓഫ് വിൻഡോ ഇൻറ്റു ഹൈറ്റ് ഓഫ് വിൻഡോ. ഹൈറ്റ് ഓഫ് വിൻഡോ. ഷെല്ലിലാവുമ്പോൾ ഇത് വിൻഡോ ഇതാണ്, 2 വിൻഡോ, ഒന്നുകൂടെയും ഷെല്ല് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ. അപ്പോൾ ഇവിടെ വിൻഡോ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെയാണ് നമ്മൾ ഈ ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ പകുതി ഭാഗം വരുന്നത്. അപ്പം വിൻഡോ ഏരിയ AW ഇസ് വിൻഡോ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർ സെൻറ്റേഴ്സ്. 2 കോറ് തമ്മിലുള്ള അതിൻ്റെ ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർ സെൻറ്റേഴ്സ് നമുക്കറിയാം. ഇവിടെ കോറെന്ന് പറഞ്ഞാൽ ഇത്. അപ്പം ഇതിൻ്റെ സെൻറ്ററും ഈ കോറ്, ഈ ലിംബിൻ്റെ ഈ സെൻറ്ററും ഈ ലിംബിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് D, ക്യാപിറ്റൽ D is the distance between core centers. Core is this. ഈ കോർ ലിംബിനാണ് നമ്മൾ സിംപ്ലി കോർ എന്ന് പറയും. മുകളിലത്തെ പോർഷൻ യോക്ക് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഇത് കോറാണ്. എങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഇത് രണ്ടും കോറെന്ന് വെറുതെ അങ്ങ് യൂസ് ചെയ്യും. അപ്പം 2 കോറുകളും തമ്മിലുള്ള എന്ന് പറയുമ്പോൾ ഈ 2 ലിംബുകളിനിടയിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2, അതാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ക്യാപിറ്റൽ D. സ്മോൾ ഡിയോ ഡയമീറ്റർ ഓഫ് സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ. സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിന് ചുറ്റും വൈൻഡിങ് ഉണ്ട്. അപ്പം കോറ് ഏറിയ ഇതിന് ചുറ്റും വൈൻഡിങ് ചുറ്റാകെ ഇങ്ങനെ നമ്മൾ സർക്കുലർ വൈൻഡിങ് കൊടുക്കുക. ഇതിന് വൈൻഡിങ് കൊടുക്കുക. ഇത് കോർ നടുക്കുള്ളത്, അതിന് ചുറ്റാകെ ഈ വൈൻഡിങ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഇന്നർ സർക്കിളാണ്. ഈ കോറിനെ ചുറ്റി സർക്കംസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ആ ഇന്നർ സർക്കിൾ. അപ്പോൾ വൈൻഡിങ്ങിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററാണ് ഈ D എന്ന് പറയുന്നത്. ഏത് D? സ്മോൾ D. അപ്പോൾ അത് സ്മോൾ D ആണ്. ഡയമീറ്റർ ഓഫ് ദ സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ, ഇറ്റ് ഈസ് സ്മോൾ D. ദാറ്റ് ഈസ് സ്മോൾ D. അപ്പോൾ ഡയമീറ്റർ സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതാണ്.
ഇതിന് ഈ കോറിന് ചുറ്റും കൊടുത്തിരിക്കുന്ന സർക്കുലാർ വൈൻഡിങ്ങിൻ്റെ പിന്നെ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ. KW വിൻഡോ സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പഠിക്കും. അത് കോപ്പർ ഏരിയ ഡിവൈഡഡ് ബൈ ദ കംപ്ലീറ്റ് ഏരിയ ഓഫ് ദ വിൻഡോ. കോപ്പർ ഏരിയ ഇൻ ദ വിൻഡോ ഡിവൈഡഡ് ബൈ കംപ്ലീറ്റ് ഏരിയ ഇൻ ദി വിൻഡോ. അതാണ് ഈ വിൻഡോ സ്പേസ് ഫാക്ടർ KW എന്ന് പറഞ്ഞാൽ കോപ്പർ ഏരിയ ഇൻ ദ വിൻഡോ ഡിവൈഡഡ് ബൈ ടോട്ടൽ വിൻഡോ ഏരിയ. KW is equal to the copper area in the window is designated as AC divided by AW. അതാണ് നമ്മുടെ KW വിൻഡോ സ്പേസ് ഫാക്ടർ. ഇനി ഇതാണ് അടുത്തുള്ളത് വിൻഡോ സ്പേസ് ഫാക്ടർ. എ ഫ്രീക്വൻസി ET, capital E suffix T, EMF per turn in volts. ഒരു ടേണിനിടയിലുണ്ടാകുന്ന വോൾട്സ്. EMF per turn. അപ്പോൾ മൊത്തം പ്രൈമറി വൈൻഡിങ്ങിലുണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ്? 4.44 F ഇൻറ്റു 5M ഇൻറ്റു N1. സെക്കൻഡറി വൈൻഡിങ് ആണെങ്കിലോ 4.44 FIM ഇൻറ്റു N2. അപ്പോൾ E1 ഇൻറ്റു E2 നേരത്തെ പഠിച്ചുള്ളതാണ്. വിത്ത് യൂഷ്വൽ നൊട്ടേഷൻസ് 4.44 FIM into N1 and E2 is 4.44 FIM into N2 volts. ഇതാണ് നമ്മൾ ഈ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ്. വോൾട്ട്സ് പെർ ടേൺ എന്ന് പറഞ്ഞാലോ ഈ മൊത്തം ഇൻഡ്യൂസ് ചെയ്യുന്ന E1നെ നമ്മൾ അതിൻ്റെ പ്രൈമറി എത്ര ടേൺസ് ഉണ്ടോ N1 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ E1/N1 അതാണ് വോൾട്ട്സ് പെർ ടേൺ. അത് നമുക്ക് 4.44 FIM എന്ന് കിട്ടും. അത് തന്നെയാണ് സെക്കൻഡറിയുടെ വോൾട്ട്സ് പെർ ടേൺ. E2 ഡിവൈഡഡ് ബൈ N2. E2നെ N2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതും ഇപ്പം നമുക്ക് വി ആർ ഗെറ്റിംഗ് ദ സെയിം ക്വാണ്ടിറ്റി 4.44 FIM. അപ്പോൾ വോൾട്ട്സ് പെർ ടേൺ എന്ന് ഇവിടെ പറഞ്ഞാൽ EMF per turn എന്ന് പറഞ്ഞാൽ 4.44 F ഇൻറ്റു 5M. അത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വെച്ച് നോക്കുകയാണെങ്കിലും സെക്കൻഡറി വെച്ച് നോക്കുകയാണെങ്കിലും ഒരേ മാഗ്നിറ്റ്യൂഡായിരിക്കും. ഇനി വേറെ ഒന്ന് രണ്ട് സംഗതി ഇവിടെ ഉണ്ടല്ലോ. TP is the primary number of turns and TS is the secondary turns. AP primary of the primary conductor area of conductors of primary, and AS എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ്. LI is the mean length of flux path and delta the current density. ഈ വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ ഡെൻസിറ്റി, അതായത് കറണ്ട് ഡെൻസിറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു mm² കൂടെ എത്ര കറണ്ട് പോകുന്നു എന്നുള്ളതാണ് കറണ്ട് ഡെൻസിറ്റി. ആംപിയർ പെർ, നമ്മൾ സാധാരണ അത് mm² പറയുന്നത്. അല്ല, ആംപിയർ പെർ mm² കറണ്ട് ഡെൻസിറ്റി. ആംപിയർ പെർ mm² ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ആംപിയർ പെർ mm². ഡെൽറ്റ ഈസ് ഈക്വൽ ടു എത്ര ആംപിയർ? അപ്പോൾ നമുക്കറിയാം കോപ്പറിനെ സംബന്ധിച്ച് കറണ്ട് ഡെൻസിറ്റി ഒരു 2.5 മുതൽ 5 ആംപിയർ, 2.5 ആംപിയർ പെർ mm² മുതൽ 5 ആംപിയർ പെർ mm² വരെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ 2.5 ആണെങ്കിൽ 1 mm², 5 ആംപിയർ ആണെങ്കിൽ 2 mm². അപ്പോൾ അവിടെ നമ്മൾ 2.5 mm². നേരെ മറിച്ച് 5 ആംപിയർ പെർ mm² ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഇച്ചിരി കൂടിയ കറണ്ട് ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് 1 mm² മതി. 5 ആംപിയർ വരെ നമ്മൾ അലവ് ചെയ്യും. അപ്പോൾ 10 ആംപിയർ അലവ് ചെയ്യുന്നതിന് നമുക്ക് 2 mm² മതി. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയോട് ചേർത്താണ് നമ്മളാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നത്.